ഹലോ ഗൈസ്, RR44ലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കണ്ടില്ലെങ്കിൽ കാണാൻ മറക്കരുതേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമുക്ക് പുതിയ ടോപ്പിക് നോക്കാം. ഈ അടുത്ത സമയങ്ങളിൽ നമ്മളെല്ലാവരും വാർത്തകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ സൗരയൂഥത്തിൽ പുതിയൊരു അതിഥി വന്നതായി. 3A ആറ്റ്ലസ് എന്ന ഇന്റർസ്റ്റെല്ലാർ കോമറ്റാണ് ഈ പുതിയ സന്ദർശകൻ. നമ്മൾ റെക്കോർഡ് ചെയ്യപ്പെട്ട ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റുകളിൽ ഇത് മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റാണ്. എന്താണ് 3A ആറ്റ്ലസ്? എവിടെ നിന്നത് വന്നു? ഇത് ഭൂമിക്കൊരു ഭീഷണിയാണോ? ഏലിയൻസിനുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? എവിടേക്ക് ഇത് പോകുന്നു? ഇന്ന് നമുക്ക് ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി നോക്കാം. വരൂ ഗൈസ്. നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേയിൽ ഒട്ടനേകം നക്ഷത്ര സമൂഹമുണ്ട്. നമ്മുടെ സൗരയൂഥത്തിന് തന്നെ ഒട്ടനേകം വർഷം പഴക്കവുമുണ്ട്. സൗരയൂഥത്തിൽ തന്നെ ഒട്ടനേകം വാൽ നക്ഷത്രങ്ങൾ അഥവാ കൊമറ്റുകളുമുണ്ട്. ഇത് സൂര്യനെ ഭ്രമണം ചെയ്യുന്നുമുണ്ട്. ഈ അടുത്ത് നമ്മൾ വാർത്തകളിൽ കണ്ട കൊമറ്റ് അഥവാ വാൽ നക്ഷത്രം നമ്മുടെ സൗരയൂഥത്തിൽ ഉത്ഭവിച്ചതല്ല, മറിച്ച് മറ്റ് സോളാർ സിസ്റ്റത്തിൽ ഉത്ഭവിച്ചതാണ്. ലോകത്തിലെ ഏറ്റവും മുൻനിരയിലുള്ള സ്പേസ് ഏജൻസികളായ നാസ, ESA എന്നിവരുടെ കണ്ടെത്തലിൽ ഈ കോമറ്റിന് സൗരയൂഥത്തിനേക്കാൾ പഴക്കമുണ്ടാകാനാണ് സാധ്യത. ഇതിനെ എന്തുകൊണ്ട് ഇന്റർസ്റ്റെല്ലാർ എന്ന് വിളിക്കുന്നു? അതുപോലെ തന്നെ 3A ആറ്റ്ലസ് എന്ന നാമം എങ്ങനെ കിട്ടി? നമുക്ക് നോക്കാം. 3A ആറ്റ്ലസ് എന്ന വാൽനക്ഷത്രത്തിന്റെ സഞ്ചാരപഥം തന്നെയാണ് ഇതൊരു ഇന്റർസ്റ്റെല്ലാർ എന്ന അനുമാനത്തിലെത്താൻ കാരണം സാധാരണ കോമറ്റുകൾ എലിപ്റ്റിക്കൽ പാതയിലാണ് സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ ഏതെങ്കിലും നക്ഷത്രത്തെ വലം വയ്ക്കുന്നുമുണ്ടാവും. 3A ആറ്റ്ലസ് ഹൈപ്പർബോളിക് പാതയിലാണ് സഞ്ചരിക്കുന്നത്, അഥവാ ഏകദേശം സ്ട്രെയിറ്റ് അഥവാ നേർരേഖയിലാണ് ഇതിൻ്റെ യാത്ര. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് മനസ്സിലാകും, ഇതിൻ്റെ എക്സെൻട്രിസിറ്റി ഒന്നിനേക്കാൾ വളരെ വലുതാണ്. ഇതിനു മുമ്പ് രേഖപ്പെടുത്തിയ മറ്റ് 2 ഇന്റർസ്റ്റെല്ലാർ കോമറ്റുകൾ ഇങ്ങനെ തന്നെയായിരുന്നു. ഇതിൻ്റെ ആദ്യ സഞ്ചാരപാത റെക്കോർഡ് ചെയ്തത് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ അഥവാ ക്ഷീരപഥത്തിൻ്റെ സെൻട്രലിൽ നിന്നാണ്. അതുപോലെ അതിൻ്റെ സഞ്ചാരപാത തെറ്റി ഇന്റർസ്റ്റെല്ലാർ സ്പേസിലേക്ക് ഇജക്ട് ചെയ്യപ്പെട്ടതാവാം. പിന്നീട് മില്യൺസോ ബില്യൺസോ വർഷങ്ങൾ തെന്നി നടന്ന ശേഷം നമ്മുടെ സൗരയൂഥത്തിൽ എത്തിയതാവാം. സഗറ്റേറിയസ് നക്ഷത്ര സമൂഹത്തിൻ്റെ ദിശയിൽ നിന്നാണ് 3A ആറ്റ്ലസിനെ കണ്ടെത്തിയത്. സഗറ്റേറിയസ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ അഥവാ ക്ഷീരപഥത്തിന് സെൻറ്ററാണ്. 3A ആറ്റ്ലസിനെ ആദ്യം കണ്ടെത്തിയപ്പോൾ നമ്മുടെ സൂര്യനിൽ നിന്ന് 670 മില്യൺ കിലോമീറ്റർ അകലെയായിരുന്നു. മറ്റ് നക്ഷത്ര സമൂഹത്തിൽ ഉത്ഭവിച്ച വാൽനക്ഷത്രമാണ് 3A ആറ്റ്ലസ്. അതുകൊണ്ട് തന്നെ ഇതിനെ ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റായി കണക്കാക്കുന്നു. സൗരയൂഥത്തിൽ രൂപം കൊണ്ടതിനെ അങ്ങനെ കണക്കാക്കുകയുമില്ല. ഹാലിസ് കൊമറ്റ് ഇതിന് ഉദാഹരണം. ഇതൊരു സാധാരണ വാൽനക്ഷത്രമാണ്. ഹാലിസ് കൊമറ്റ് നമ്മുടെ സൂര്യനെ വലം വയ്ക്കുന്നുമുണ്ട്. 3A ആറ്റ്ലസ് എന്ന പേര് ലഭിക്കാനുള്ള കാരണം, ജൂൺ 2025 ആദ്യ സമയങ്ങളിൽ ലോകത്തുള്ള അസ്ട്രോണമേഴ്സ് ഈ കൊമറ്റിൻ്റെ ആക്ടിവിറ്റി ശ്രദ്ധിച്ചിരുന്നു. പിന്നീടുള്ള കണ്ടെത്തലിൽ ഇത് ഹൈപ്പർബോളിക് പാതയിൽ സഞ്ചരിക്കുന്നതായി കണ്ടെത്തി. ജൂലൈ 1, 2025 നാസ ഫണ്ട് ചെയ്യുന്ന റിയ ഹർട്ടാഡോ ചിലിയിലെ സ്റ്റേഷൻ ചെയ്തിരിക്കുന്ന ആസ്ട്രോയിഡ് ടെറസ്ട്രിയൽ ഇമ്പാക്ട് ലാസ്റ്റ് അലർട്ട് സിസ്റ്റം അഥവാ അറ്റ്ലസ് കണ്ടെത്തി. ഈ ഇന്റർസ്റ്റെല്ലാർ കൊമറ്റിനെ കണ്ടെത്തിയ സമയത്ത് ഇത് സൗരയൂഥത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുകയായിരുന്നു. 2017 കണ്ടെത്തിയ ഇന്റർസ്റ്റെല്ലാർ കൊമറ്റായ 1I മൂവാമോ ആണ് ആദ്യത്തേത്. പിന്നീട് 2019 2I ബോറിസോവ്. ഇപ്പോൾ അറ്റ്ലസ് സ്റ്റേഷൻ കണ്ടെത്തിയതുകൊണ്ട് മൂന്നാമത്തെ ഇന്റർസ്റ്റെല്ലാർ അറ്റ്ലസ് എന്ന പേര്, അഥവാ 3A ആറ്റ്ലസ്. മറ്റ് 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനേക്കാളും ഓർബിറ്റൽ എക്സെൻട്രിസിറ്റി കൂടുതലാണ് 3A ആറ്റ്ലസിന്. 1I മൂവാമോയുടെ ഓർബിറ്റൽ എക്സെൻട്രിസിറ്റി 1.2 ആണ്. 2I ബോറിസോവിന് ഓർബിറ്റൽ എക്സെൻട്രിസിറ്റി 3.4 ആണ്. 3A ആറ്റ്ലസിന് ഓർബിറ്റൽ എക്സെൻട്രിസിറ്റി 6.3 ആണ്, അഥവാ ഇതിൻ്റെ പാത കൂടുതൽ നേർരേഖയിലാണ്. അതുപോലെ തന്നെ 3A ആറ്റ്ലസിന് മറ്റ് 2 ഇന്റർസ്റ്റെല്ലാർ ഒബ്ജക്റ്റിനേക്കാളും വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. 3A ആറ്റ്ലസിൻ്റെ വെലോസിറ്റി 58 km/s ആണ്, അഥവാ ഒരു സെക്കൻഡിൽ ഇത് 58 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. ആദ്യം ഇതിനെ കണ്ടെത്തിയപ്പോൾ ഇത് 61 km/s ആയിരുന്നു. 1I മൂവാമോയ്ക്ക് വെലോസിറ്റി 26 km/s ആണ്. അതുപോലെ 2I ബോറിസോവിന് വെലോസിറ്റി 32 km/s ആണ്. 3A ആറ്റ്ലസ് ഭൂമിക്ക് ഭീഷണിയാകുമോ? ഇതിനുള്ള മറുപടി ഭീഷണിയാകില്ല. കാരണം 3A ആറ്റ്ലസിന്റെ സഞ്ചാരപാത തന്നെ. ഭൂമിയുമായി 3A ആറ്റ്ലസ് എത്തുന്ന ഏറ്റവും കുറഞ്ഞ അകലം തന്നെ 240 മില്യൺ കിലോമീറ്റർ ആണ്. ആയതിനാൽ ഭീഷണിയാകില്ല. സൂര്യനുമായി എത്തുന്ന ഏറ്റവും അടുത്ത അകലം 203 മില്യൺ കിലോമീറ്റർ ആണ്. ഇത് 29 ഒക്ടോബർ 2025 അതായത് വരുന്ന ദിവസങ്ങളിൽ. അതുപോലെ ഏറ്റവും അടുത്തെത്തുന്നത് ചൊവ്വാഗ്രഹവുമായിട്ടാണ്. ഇത് 30 മില്യൺ കിലോമീറ്റർ ആണ്. സൗരയൂഥത്തിലെ ഒരു ഗ്രഹത്തിനും ഇത് ഭീഷണിയാകില്ല. ആദ്യത്തെ ഒബ്സർവേഷനിൽ ഇതൊരു കൊമറ്റാണോ അതോ ആസ്ട്രോയിഡ് ആണോ എന്ന സംശയമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ജൂലൈ 2, 2025 ചിലിയിലെ ഡീപ് റാൻഡം സർവേ, അരിസോണയിലെ ലോവൽ ഡിസ്കവറി ടെലിസ്കോപ്പ്, മൈക്കിയയിലെ കാനഡ, ഫ്രാൻസ്, ഹവായ് ടെലിസ്കോപ്പ് ഒബ്സർവേഷനിൽ വ്യക്തമായി ഒരു മാർജിനൽ കോമയും ഒരു നീളമുള്ള വാലും ഇതിന് ആംഗുലാർ ലെങ്ത് 3 ആർക്ക് സെക്കൻഡുമായിരുന്നു. ഇതിൽ നിന്ന് ഇതൊരു വാൽ നക്ഷത്രമാണെന്ന് സ്ഥിരീകരിച്ചു. ജൂലൈ 21, 2025 നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വ്യക്തമായി ചിത്രമെടുത്തു. ഇതൊരു ആക്റ്റീവ് കൊമറ്റാണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ സൗരയൂഥത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ സൂര്യൻ്റെ താപങ്ങളൊക്കെ കൊണ്ട് ഇതിൻ്റെ ഐസി ന്യൂക്ലിയസ് സബ്ലിമേറ്റ് ചെയ്യാൻ തുടങ്ങി. സബ്ലിമേറ്റ് ചെയ്ത് ഐസ് ഗ്യാസായി മാറി. ഇതിന് കോമയും രൂപപ്പെടാൻ തുടങ്ങി. നാസയുടെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് വീണ്ടും നിരീക്ഷണം തുടർന്നു. എന്നാൽ ഇതിൻ്റെ വലുപ്പവും മറ്റു വിവരങ്ങളും കണ്ടെത്താൻ വേണ്ടി ഓഗസ്റ്റ് 2025 ഒബ്സർവേഷനുകളിൽ ഇതിൻ്റെ ഡയമീറ്റർ കുറഞ്ഞത് 440 മീറ്ററോ കൂടിയ ഡയമീറ്റർ 5.6 കിലോമീറ്റർ ആകാമെന്നും കണ്ടെത്തി.
ജെയിംസ് വെബ് ടെലിസ്കോപ്പിലെ ഒബ്സർവേഷനുകളിൽ ഇതിൽ അൺയൂഷ്വലായി കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കണ്ടെത്തി. അതുപോലെ തന്നെ കുറഞ്ഞ അളവിൽ വാട്ടർ ഐസ്, വാട്ടർ വേപ്പർ, കാർബൺ മോണോക്സൈഡ്, കാർബണൽ സൾഫൈഡും കണ്ടെത്തി. വളരെ വലിയ ടെലിസ്കോപ്പുകളിലെ ഒബ്സർവേഷനുകളിൽ 3A അറ്റ്ലസ് സയനൈഡ് ഗ്യാസ് പുറത്തുവിടുന്നതായി കണ്ടെത്തി. അതുപോലെ തന്നെ അറ്റോമിക് നിക്കൽ വേപ്പറും കോൺസെൻട്രേഷനായി പുറത്തുവിടുന്നു. സൗരയൂഥത്തിലെ മറ്റു വാൽനക്ഷത്രങ്ങളും ഈ സ്വഭാവം കാണിക്കാറുണ്ട്. അടുത്ത ചോദ്യം, ഇതിന് ഏലിയൻസിനുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നും. ഗ്ലോബലി ചില ആസ്ട്രോഫിസിസ്റ്റുകളും ചില റിസർച്ചേഴ്സും 3A അറ്റ്ലസ് ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ സ്പേസ് ക്രാഫ്റ്റ് ആണെന്ന് പേപ്പർ പബ്ലിഷ് ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ഫാക്ച്വൽ ആയിട്ടുള്ള തെളിവുകളില്ല. ഗ്ലോബലിയുള്ള മറ്റ് റിസർച്ചേഴ്സ് ഈ വാദത്തിനെ അംഗീകരിക്കുന്നില്ല. എന്തെന്നാൽ 3A അറ്റ്ലസ് കൂടുതലും ഒരു വാൽനക്ഷത്രത്തിന്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. ഹൈപ്പർബോളിക് ട്രാജക്ടറി, വാൽനക്ഷത്രത്തിന്റെ ഘടന, അതുപോലെ മറ്റ് വാൽനക്ഷത്രങ്ങളെപ്പോലെ സയനൈഡ് ഗ്യാസ്, അറ്റോമിക് നിക്കൽ വേപ്പറുകൾ പുറത്തുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തമായ എവിഡൻസുകൾ ഇല്ലാതെ അങ്ങനെയൊരു ക്ലെയിം നടത്തുന്നത് തെറ്റിദ്ധാരണകൾ പരത്തും. 3A അറ്റ്ലസിന്റെ യാത്ര 29 ഒക്ടോബർ 2025 സൂര്യന്റെ അടുത്ത് 209 മില്യൺ കിലോമീറ്റർ അകലത്തിൽ 3A അറ്റ്ലസ് എത്തും. പിന്നീട് സൂര്യന്റെ പിന്നിലൂടെ സഞ്ചരിച്ച് വീണ്ടും നവംബർ ഡിസംബറിൽ വിസിബിൾ ആകും. അപ്പോഴേക്കും ഡിം ആയിക്കൊണ്ടിരിക്കും. പിന്നീട് വിർഗോ ലിയോ കോൺസ്റ്റലേഷനിലൂടെ പോയി ദൂരേക്ക് പോകും. അപ്പോൾ ഗൈസ്, 3A അറ്റ്ലസിനെ പറ്റിയുള്ള വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ബെൽ ഐക്കൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ സജഷൻസ് ദയവായി കമൻറ്റ് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പുതിയ ടോപ്പിക്കുമായി വീണ്ടും കാണാം ഗൈസ്.